ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ ഹെൻഡിൽ സുഷിതായിട്ട് വന്നപ്പോൾ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാർഫൂറിൽ വന്നതാണ്. വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വേഗം തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം ഞാനടുത്ത് നിങ്ങളെയും കൂടെ ഈ ഷോപ്പൊന്ന് കാണിച്ചു തരാമെന്ന്. കാർഫൂർ എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കാണുന്ന ഒരു ഷോപ്പാണ്. അപ്പം നമ്മൾ ആദ്യം നോക്കിയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ, എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം ബീൻസ് നമ്മൾ കണ്ടു. അപ്പം ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ സെക്ഷൻ മൊത്തം സലാഡിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ സെക്ഷനാണ്. അപ്പം ഇവിടെ യൂറോപ്പിൽ അല്ലെങ്കിൽ ബെൽജിയത്തിൽ എവിടെ ചെന്നാലും കാണാം ഇങ്ങനെ ഒരു സലാഡിന് വേണ്ടി തന്നെയുള്ള ഒരു സെക്ഷൻ. ഇവർക്ക് സലാഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും കൂടെ ഏത് ഫുഡിൻ്റെ ആണെങ്കിലും കൂടെ അവർ വെജിറ്റബിൾ കമ്പൽസറി ആയിട്ടും കഴിച്ചിരിക്കും. അപ്പം നമ്മൾ ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തോരൻ വയ്ക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവർ സലാഡിനായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് ക്യാരറ്റും ക്യാബേജും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. നോർമലായിട്ട് നമ്മളിത് സലാഡിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഓർത്ത് തോരൻ വെച്ച് നോക്കാമെന്ന്. പക്ഷെ ഞങ്ങൾ തോരൻ വെച്ചപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു. അത് ജസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് തേങ്ങയിട്ട് ഒരു സവോളയും മുളകും കൂടി ഇട്ട് തോരനായപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു എന്നാ പറയുന്നത് ഒരു 5 മിനിറ്റിനുള്ളിൽ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. വേഗം വെന്ത് കിട്ടുകയും ചെയ്തു. പിന്നെ സാൻവിക്കുള്ള ഒരു പാക്കറ്റ് ഡയപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾ ഡയപ്പർ വാങ്ങിക്കാനും കൂടെയാണ് വന്നത്. ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ ചുമന്ന് കെട്ടി കൊണ്ടുവരുന്നതെന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാറുള്ളതുകൊണ്ട് തന്നെ ഈ ഡയപ്പർ ബാക്കി വരുന്ന ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ സമ്മർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഐസ്ക്രീം ഒക്കെ എടുത്തു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇടയ്ക്ക് ഇങ്ങനെ ചൂടായതുകൊണ്ട് തന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ പുറത്തോടെ നടന്ന് കളിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം ചോദിക്കും. പിന്നെ ഞങ്ങൾ സ്നാക്സ് ആയിട്ട് എടുത്തത് പിസ്സ ആയിരുന്നു. അപ്പം പിസ്സയുടെ ഇത് ഫ്രോസൺ പിസ്സയാണ്. നമ്മൾ ഓവന് വെച്ചോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് എത്ര മിനിറ്റ് ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ആകെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പതുക്കെ നടന്നങ്ങ് പോന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ രസമാണല്ലോ ഒന്നിച്ച് പോയി നമ്മൾ ഒന്നിച്ച് നടന്നൊക്കെ അങ്ങ് പോരാനായിട്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.